ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ LP എക്സാമിൻ്റെ GK ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലും ഓപ്ഷൻസ് ഓരോന്ന് അരിച്ചു പെറുക്കി നമ്മൾ ചർച്ച ചെയ്തു. അതിനൊന്ന് 11ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. നമുക്കറിയാം, പഞ്ചായത്ത് രാജ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSCയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതേ ചോദ്യം 2015 സിവിൽ സർവീസ് എക്സാമിന് വന്ന ചോദ്യമാണ്. നേരെ അതിൻ്റെ പ്രിലിംസിൽ വന്ന ചോദ്യമാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മുടെ LP എക്സാമിനും അത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നു. ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്കറിയാം, എല്ലാ ജനങ്ങളെയും ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഉത്തരം വരുന്നത് C ആണ്. C എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്താണ് ഒന്നാമത്? നമുക്കറിയാം, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പങ്കാളിത്തമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതായത് ജനാധിപത്യാധികാര വികേന്ദ്രീകരണം എന്ന് പറയും. അതായത് രാജ്യത്തിൻ്റെ, ഞാൻ പറഞ്ഞു, പ്ലാനിങ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി എല്ലാവർക്കും അവസരം കൊടുക്കുക എന്നുള്ളത്. അടുത്ത രണ്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടതാണ്. ജനപ്രതിനിധികൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവരെ ബാധ്യസ്ഥരാക്കുന്ന ജനാധിപത്യ പ്രക്രിയക്കാണ് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക. അതൊരിക്കലും പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ, അതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമാഹരണമാണ്. അതും പഞ്ചായത്ത് രാജിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പെടുന്നില്ല. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മെയിനായിട്ടൊന്ന് നോക്കി വെക്കുക. അപ്പോൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് നമുക്കറിയാം, ആദ്യമായി പഠിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭയെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243A. 243A ആണ് ഗ്രാമസഭയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ. അതുപോലെ തന്നെ പഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ചുള്ള പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഓർമ്മ വന്നപ്പോൾ പറയാണ്, 73ാമത്തെ 74ാമത്തെ അമെൻമെൻറ്റ്സ്. പഞ്ചായത്ത് രാജിൻ്റെ ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതിയാണ്, അമെൻമെൻ്റാണ് 73ാമത്തെ അമെൻമെൻറ്റ്. അത് 1992 വന്നത്. അതും 74ാമത്തെ മുനിസിപ്പാലിറ്റി ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതിയാണ് 74, അതും 1992. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഐഡൻറ്റിഫൈ ദ സ്കീം ലോഞ്ച്ഡ് ഇൻ 2016 ഫോർ പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണർഷിപ്പ് എമംഗ് വുമൺ ആൻഡ് SC/ST കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC/ST കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ അവരുടെ സംരംഭകത്വം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 2016 ലോഞ്ച് ചെയ്ത ഒരു സ്കീമുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. അത് A ആണ് അതിൻ്റെ ഉത്തരം A എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന സ്കീമാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് SC/ST കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ സംരംഭത്വം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 10 ലക്ഷം മുതൽ 1 കോടി വരെ ബാങ്ക് ലോണ് ഇതിലൂടെ അവർക്ക് ലഭിക്കും. പിന്നെ അവിടെ ബാക്കി കൊടുത്തിട്ടുള്ള അതും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രധാനമന്ത്രി മുദ്ര യോജന 2015 ഏപ്രിൽ 8 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ്. അത് ചെറു സംരംഭകർക്ക് ഈടില്ലാതെ, ഒരു ഈടുമില്ലാതെ 20 ലക്ഷം വരെ വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്.
ഇനി അടുത്ത പദ്ധതിയാണ്, നമുക്കൊക്കെ അറിയുന്ന പദ്ധതിയാണ് അടുത്ത പദ്ധതി. ആശാ വർക്കർ, അതിൻ്റെ മുഴുവൻ പേരാണ് ആശാ സഹയോഗിനി സ്കീം. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. 2005 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 2005. പിന്നെ മഹിളായിയാത്ത് എന്ന് പറഞ്ഞാൽ വനിതാ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒന്ന് ഓർത്തു വെക്കുക, ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മഹിളായിയാത്ത് എന്നുള്ളത്. കാരണം വീട്ടിലിരുന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലൂടെ സ്ത്രീകൾക്ക് വിൽക്കാനും ഉള്ള ഒരു അവസരം കൊടുക്കുന്നു ഈ ഒരു സ്കീം. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. ഹു വാസ് ദ ലോൺ ഫീമെയിൽ മെമ്പർ? അതൊന്ന് വരട. ലോൺ ഫീമെയിൽ മെമ്പർ ഇൻ ദി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ദാറ്റ് എക്സാമിൻ ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെൻറ്റ് ബിൽ 2021 that proposed to increase the marriageable age of girls to 21. അതായത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താൻ വേണ്ടി നിർദ്ദേശിച്ച 2021 ശൈശവ വിവാഹ നിരോധന ഭേദഗതി ബില്ല് അത് പരിശോധിച്ച പാർലമെൻ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഏക ഫീമെയിൽ മെമ്പർ ആരാണ് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം ബി ആണ്, സുഷ്മിത ദേവാണ്. ഉത്തരം വരുന്നത് സുഷ്മിത ദേവാണ്. അതിൽ മൊത്തം 31 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അതിലേക വനിത ഉണ്ടായിരുന്നത്, അവരുടെ പേരാണ് സുഷ്മിത ദേവ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ 14ാമത്തെ ചോദ്യം. ഇന്ത്യ സെക്യൂർഡ് ഹൗ മെനി മെഡൽസ് ഇൻ പാരീസ് പാരാഒളിമ്പിക്സ് 2024? അതായത് 2024 പാരാഒളിമ്പിക്സ് അതിൽ എത്ര മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ബി ആണ്, B29. അതായത് അത് റെക്കോർഡ് പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ പാരാഒളിമ്പിക്സിൽ. കാരണം 29 മെഡൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. 2024 റെക്കോർഡ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും അതിൽ 7 ഗോൾഡ്, 7 ഗോൾഡും 9 സിൽവറും അതുപോലെ തന്നെ 13 ബ്രോൺസുമാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് മുല്ലപ്പെരിയാർ ഡാം ആർ കറക്റ്റ്? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ഡി എന്താണ്? 1 only, 1 മാത്രമേ കറക്റ്റുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇവിടെ കൊടുത്തതിൽ 1 മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ഒന്നാമത്തെ, ദിസ് മാൻസറി ഗ്രാവിറ്റി ഡാം ഈസ് 176 feet ഹൈ ഫ്രം ദ ഫൗണ്ടേഷൻ. എത്ര ഹൈറ്റ് ഉണ്ടെന്നാണ്? 176 ഹൈറ്റാണ് അതിന് ഡാമിനുള്ളത്. അത് ശരിയാണ്. ഇനി ബാക്കി 3 നമുക്കൊന്ന് നോക്കാം. ദ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ഇൻ 1887 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് 1895 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. ഒന്ന് ഓർത്ത് വെക്കുക, 895 അവിടെ കൊടുത്തത് തെറ്റാണ്. പിന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് മേജർ ജോൺ പെന്നിക്കിക്കാണ്. അത് ശരിയാണ്. അപ്പോൾ 895 കംപ്ലീറ്റ് ആയി, പെന്നിക്കിക്ക് എന്ന് നേതൃത്വം കൊടുത്തു. അത് ഓർത്ത് വെക്കാം. പിന്നെ 2014 മൂന്നാമത്തത്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അപ്ഹെൽഡ് ഇറ്റ്സ് 2006 വെർഡിക്റ്റ് ടു റേസ് ദ വാട്ടർ ലെവൽ ടു 152 feet. അതായത് സുപ്രീം കോടതി പിന്നെ ഒരു കോടതി വിധി ഇറക്കിയിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ ഉയർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രയാണ്? 152 ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 152 അല്ല, 142 അടി വെള്ളം ഉയർത്താനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് തെറ്റിയിട്ടുള്ളത്. പിന്നെ നാലാമത്തെ, ദ ഡാം ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ് ആണ് ഡാം മെയിൻ്റെനൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കിയിലെ പെരിയാർ നദിയിലാണ്. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? തമിഴ്നാടാണ്. കാരണം
ഒരു കേരള ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ്റിന് ലീസിന് കൊടുത്താണ് ഏകദേശം 1000 വർഷം 999 വർഷത്തിന്. അത് ഇറിഗേഷനും പവർ ജനറേഷനും വേണ്ടിയിട്ട് ലീസിന് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും ഓപ്പറേറ്റഡും ഒക്കെ ആയിട്ടുള്ളത് കേരള ഗവൺമെൻറ് അല്ല. അതുകൊണ്ടാണ് അത് തെറ്റ്, തമിഴ്നാടാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. പോർട്ട് ബ്ലെയർ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് യൂണിയൻ ടെറിട്ടറി അന്തമാൻ നിക്കോബാർ ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് പോർട്ട് ബ്ലെയർ. അത് റീനെയിം ചെയ്തത് ഏത് പേരിലാണ്? അതിൻ്റെ ഉത്തരം വരുന്നത് ശ്രീ വിജയപുരം എന്ന പേരിലാണ് അത് റീനെയിം ചെയ്തത്. ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്? നമ്മൾ അടിവര എന്താണ്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ്, തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് 17ാമത്തതിൽ. അതിൽ എ ആണ് അതിൻ്റെ ഉത്തരം. തെറ്റായത് മണിബില്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എ ആണ്. എ എന്ന് പറഞ്ഞാൽ 1 തെറ്റാണ്, 3 തെറ്റാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് മണിബില്ലുമായി പ്രസ്താവന തെറ്റാവാൻ കാരണം എന്നുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ വിത്ത് പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്. മണി ബില്ല് രാജ്യസഭയിലല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എ മണി ബിൽ ക്യാൻ ഒൺലി ബി ഇൻട്രൊഡ്യൂസ് ഇൻ ലോക്സഭയിൽ മാത്രമേ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന തെറ്റിയത്. ഓക്കെ, രാജ്യസഭ എന്നുള്ളത് ലോക്സഭയായാൽ ഓക്കെ ആയി. പിന്നെ രാജ്യസഭ കനോട്ട് റിജക്റ്റ് എ മണി ബില്ല്. രാജ്യസഭയ്ക്ക് ഒരിക്കലും ഒരു മണി ബില്ല് റിജക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അത് ശരിയാണ്. കാരണം ലോക്സഭയ്ക്കാണ് മണി ബില്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡേഷൻ നടത്താം, അത്രേ അധികാരമുള്ളൂ രാജ്യസഭയ്ക്ക്. അപ്പോൾ ഒരിക്കലും രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ, രാജ്യസഭ ക്യാൻ അമെൻഡ് എ മണി ബില്ല്. രാജ്യസഭയ്ക്ക് ഒരു മണി ബില്ല് ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. അത് തെറ്റാണ്. കാരണം ഒരിക്കലും ഭേദഗതി വരുത്താൻ പറ്റുകയില്ല. അതൊക്കെ അധികാരമുള്ളത് എവിടെയാണ്? ലോക്സഭയിലാണ്. ഈ രാജ്യസഭ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻ ആണ് മണി ബില്ല്. നമ്മൾ പറഞ്ഞു രാജ്യസഭയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മണി ബില്ലിനെ കുറിച്ച് റെക്കമെൻഡേഷനൊക്കെ നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ളത് 1ഉം 3ഉമാണ്. 2ഉം 4ഉം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. ദ നെയിം ഓഫ് മൗത്ത് പീസ് ഓഫ് ശ്രീനാരായണ അത് SNDP പബ്ലിഷ്ഡ് ഇൻ 1904 വാസ് എ ട്രിബ്യൂട്ട് ടു ഹൂം? അതായത് SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. അത് ആരോടുള്ള ആദരസൂചകമായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? പബ്ലിഷ് ചെയ്തത് 1904 അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ടാണ് അതിന് വിവേകോദയം എന്ന പേരെന്നെ കിട്ടിയത്. അപ്പോൾ വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് അത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നീട് അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്, യോഗനാഥം എന്നായിട്ടുണ്ട്. അതും ഇതിനോട് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കുമാരനാശാനാണ് അതിൻ്റെ ആദ്യത്തെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് വിവേകോദയത്തിൻ്റെ. ഇനി അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് വരുമ്പോൾ ആദ്യം തന്നെ അവിടെ അങ്ങോട്ട് വരക്കണം. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ. 2ഉം 3ഉം തെറ്റാണ്. 2ഉം 3ഉം തെറ്റാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. 2, 3. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തും 4ാമതും ശരിയാണ്. ഇൻഫർമേഷൻ കൺസേണിങ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് പേഴ്സൺ മസ്റ്റ് ബി പ്രൊവൈഡ് വിത്തിൻ 48 hours. ഒരു വ്യക്തിയുടെ ജീവിതം അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഇതിനൊക്കെ ബാധിക്കുന്ന ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ ആ വിവരം കൈമാറണം എന്നാണ് നിയമം. അത് ശരിയാണ്.
ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് പ്രൊവിഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എ PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഫോർ അൺനോവിംഗ്ലി ഡിസ്ക്ലോസിങ് എക്സംപ്റ്റഡ് ഇൻഫർമേഷൻ. അതായത് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളുണ്ട്, ഈ വിവരങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെട്ട വിവരം, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ അത് അറിയാതെ അൺനോവിംഗ്ലി അറിയാതെ ഒരാൾ പിന്നെ ഡിസ്ക്ലോസ് ചെയ്താൽ, അത് പബ്ലിക് ഇൻഫർമേഷൻ PIO അറിയാതെ ഡിസ്ക്ലോസ് ചെയ്താൽ, അത് വെളിപ്പെടുത്തിയാൽ അത് ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് പിന്നെ എന്ന പ്രൊവിഷൻ അദ്ദേഹത്തിന് കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. അറിയാതെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും. അൺനോവിംഗ്ലി ആണെങ്കിൽ ഇവിടെ അതാണ് പ്രശ്നമായത്, അൺനോവിംഗ്ലി എന്നുള്ളതാണ് പ്രശ്നമായത്. അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയില്ല. പക്ഷെ അദ്ദേഹം അറിയാതെ അത് ഡിസ്ക്ലോസ് ചെയ്താൽ ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന പ്രൊവിഷൻ്റെ അണ്ടറിൽ അത് വരും. പിന്നെ മൂന്നാമത്തത് ദ ടൈം ലിമിറ്റ് ഫോർ ഡിസ്പോസൽ ഓഫ് ദി ഫസ്റ്റ് അപ്പീൽ ബൈ ദി ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റീസ് അപ് ടു 60 days എന്നാണ്. മൂന്നാമത് തെറ്റാണ്. ഒന്നാം അപ്പീൽ അധികാരിക്ക് തീർപ്പാക്കാനുള്ള സമയപരിധി നമ്മൾ പഠിച്ചിട്ടുള്ളത് 30 ദിവസം, ഏറിപ്പോയാൽ 45, അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 60 എന്നുള്ളത് തെറ്റാണ്. ഇനി നാലാമത്തത് ദ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഹാസ് ബീൻ റീപ്ലേസ്ഡ് ആഫ്റ്റർ ഇനാക്ച്ച്മെൻറ്റ് ഓഫ് ദി RTA ആക്ട്. 2005 RTA ആക്ട് നിലവിൽ വന്നപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഇൻഫർമേഷൻ ആക്ട് 2002 ഇൻഫർമേഷൻ ആക്ട് അതെന്തായി പിൻവലിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. അതിൻ്റെ ആൻസർ 20ൻ്റെ ബി ആണ് ആൻസർ. നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്, അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഹിന്ദു പുലയ സമാജം, അല്ലെങ്കിൽ ആദ്യം വരുന്നത് പുലയ മഹാസഭ. പുലയ മഹാസഭ അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താനാണ്. പിന്നെ കേരള പുലയർ മഹാസഭ PK ചാത്തൻ മാസ്റ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കൊച്ചി പുലയ മഹാസഭ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇതാണ് അതിൻ്റെ ശരിയായ ഓർഡർ. ഇത്രയാണ് GK ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് കാണണം, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയും ഉണ്ടാവൽ എന്ന് പ്രതീക്ഷിച്ച് ഡീപ്പായിട്ട് വളരെ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ.